ഇന്ന് രാവിലെ മുതൽ പാർക്കിൽ പോകാൻ വേണ്ടി ഒരാൾക്ക് ഇവിടെ ഭയങ്കര വാശിയാണ് കേട്ടോ. എനിക്കിടാനുള്ള ഡ്രസ്സ് വരതാ അവൾ എടുത്തു തന്നു. ഇതിനും കാരണം നീ തന്നെയല്ലേ? ഞാൻ കാരണമല്ല, അവളോട് നീ ഇന്നലെ പറഞ്ഞാണ്. പിന്നെ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരുപാട് ദിവസമായി അവളെ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട്. എന്നാ പിന്നെ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് കക്കാടംപൊയിലേക്കാണ് കേട്ടോ. ഇവിടെ 35 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് കക്കാടംപൊയില്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കക്കാടംപൊയിൽ പോകുന്നത്. പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. പക്ഷെ ഈ റോഡ് ഉണ്ടല്ലോ 10 പൈസക്കില്ല എന്റെ അമ്മ. പക്ഷേ അരീക്കോട് വഴി നല്ല റോഡാണേ. നമ്മൾ വന്നത് നിലമ്പൂർ വഴിയായിരുന്നു. അങ്ങനെ നമ്മളിതാ കക്കാടംപൊയിലെത്തി. കക്കാടംപൊയിൽ സ്കൈ വേവ് എന്ന് പറഞ്ഞ പാർക്കിലേക്കാട്ടോ നമ്മൾ വന്നത്. സത്യം പറഞ്ഞാൽ പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു പാർക്കായിരിക്കും വിചാരിച്ചത്. പക്ഷേ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബസ്സും ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എന്താ ഇതിന് മാത്രം ഇവിടെ ഉള്ളതെന്ന്. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതും ഉണ്ട് കേട്ടോ ഇവിടെ. എന്താ വേവ് പൂളോ അങ്ങനെ എന്താണ് ഇതിന് പറയാറ്. എന്തായാലും കക്കാടംപൊയിൽ വരികയാണെങ്കിൽ വൺ ഡേ ഫുള്ളായിട്ട് അടിച്ചു പൊളിക്കാനുള്ളത് ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴേ പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികളെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ അരീക്കോട് വഴിയാട്ടോ പോയത്. ഇതാകുമ്പോൾ നല്ല റോഡാണ്. പോകുന്ന വഴിക്ക് നല്ല വിശപ്പ്. അങ്ങനെ അരീക്കോട് എത്തിയപ്പോൾ നമ്മളിതാ നല്ല അടിപൊളി പൊള്ളിച്ച അൽഫാമും അതുപോലെ തന്നെ മന്തി റൈസും അതിൻ്റെ കൂടെ ഒരു അടിപൊളി മധുത്തും. അരീക്കോട് വഴിയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്ക്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പ്രോഡക്റ്റ് വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതാണ് സാധനം. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. ഞാനിത് കാണിച്ചു തരാം. ഈ ഒരു വള്ളി പോലത്തെ ഒരു സാധനം കണ്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് കുത്തിയിടണം. എന്നിട്ട് ഇങ്ങനെ ചുമരിലോ നമുക്ക് എവിടെ വേണമെങ്കിലും കുത്തിയിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അവരിങ്ങനെ എന്താ പറയുക ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൽ ഇങ്ങനെ ഇരുന്നോളും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും പ്രോഡക്റ്റ് ഞാനിതാ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വഴി കയറി പർച്ചേസ് ചെയ്യാം.